പ്രശസ്തി, താരമൂല്യം, ഇൻഡസ്ട്രിയിൽ കിട്ടാവുന്ന ഒരു വലിപ്പം, ഹോൾഡ് എന്ന് പറയുന്നതും ഓരോ ആർട്ടിസ്റ്റും പതിയെ പ്രോഗ്രസീവ് ആയിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ അത് നോക്കൂ, ചേച്ചി 80കളുടെ തുടക്കത്തിൽ വന്ന് അന്ന് ലാലേട്ടന്റെ നായികയായിട്ട് അടുത്തടുത്ത് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പത്മരാജൻ സാർ ഉൾപ്പെടെയുള്ള പ്രശസ്ത സംവിധായകരോട് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് എനിക്ക് ചെറിയൊരു ഇടവേള എടുത്തിട്ട് 2000ന്റെ തുടക്കം മുതൽ ഇങ്ങോട്ട് ക്രോണിക് ബാച്ചിൽ ഉൾപ്പെടെയുള്ള കുറെ പടങ്ങളിൽ നേരറിയാൻ CB എത്രയോ സിനിമ, പിന്നെ സജീവമായിട്ട് സിനിമ അഭിനയം, അതിനിടയ്ക്ക് സീരിയൽ അഭിനയം ഒക്കെ ഉണ്ട്. ചേച്ചി സ്വന്തം കരിയറിനെ ഈ പറയുന്ന ഒരു പ്രൊഫൈലിനെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഏറ്റവും സൂപ്പർബ് എന്ന ലെവലിലേക്ക് എത്തിക്കാനുള്ള ഒരു വലിയ പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും കോൺടാക്റ്റും പബ്ലിക് റിലേഷനും ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. ഇത് സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോയി. ഇത് എങ്ങനെയോ വന്നു, എങ്ങനെയോ സംഭവിച്ചു പോയി. അപ്പൊ എന്നോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ശ്രമിച്ചുകൂടാ. അപ്പം ഞാൻ പറഞ്ഞിട്ട് ഇത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാനായിട്ട് പറയുന്നതല്ല, എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കഴിവുള്ള ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ. എന്നിട്ട് എന്താണ്, എവിടെയാണ് പിന്തള്ളപ്പെട്ട് പോയത്, എവിടെയാണ് പുറകോട്ട് വലിച്ചു മാറ്റപ്പെട്ടു പോയെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാനൊരു 5 മിനിറ്റ് ഇരുന്ന് ചിന്തിക്കും, എവിടെയാണ് പിന്തള്ളപ്പെട്ട് പോയത്, എവിടെ ആരാണ് പിടിച്ച് പുറകോട്ട് വലിച്ചു മാറ്റി പോയത്. അത് കഴിയുമ്പം അടുത്തത് വേറൊരു പ്രശ്നം വന്ന് ഞാൻ അതിൻ്റെ പുറകെ ഓടുവാണ്. അപ്പോൾ ഒരു ഗോഡ് ഫാദർ ഇല്ലാതിരുന്നതിൻ്റെ ഒരു കുഴപ്പം എനിക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ആ കാലഘട്ടത്തിലൊക്കെ വരുന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഗോഡ് ഫാദേഴ്സ് ഉണ്ടായിരുന്നു. അല്ല, ശക്തമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കുറേ പേരുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിട്ട്, എൻ്റെ കുടുംബത്തിനെ മൊത്തത്തിൽ സംബന്ധിച്ചിട്ട്. കാരണം എൻ്റെ ചേച്ചി 9ാമത്തെ വയസ്സിൽ കേരള സംഗീത നാടക അക്കാദമി ഗോൾഡ് മെഡൽ മേടിച്ചതാണ്. ആ സമയത്ത് സുജാത ചേച്ചിയും ചേച്ചിയൊക്കെ കൂടെ മത്സരിച്ചിട്ട് ചേച്ചിക്ക് ഗോൾഡ് മെഡൽ കിട്ടിയതാ. അങ്ങനെ ഒരു ചേച്ചി രേണുക ഗിരിജനുണ്ട്. പക്ഷെ എന്നാന്ന് വെച്ചാൽ അത്രയും കഴിവുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് പോലും, അല്ലെങ്കിൽ സിംഗറായിട്ട് പോലും ചേച്ചി എവിടെ എത്തിപ്പെട്ടിട്ടില്ല. എൻ്റെ അണ്ണൻ MG അനിൽ മ്യൂസിക് ഡയറക്ടറാണ്. എൻ്റെ അണ്ണൻ ചെയ്ത ഒരുപാട് ഡിവോഷണൽ സോങ്സ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ വിനയൻ സാറൊക്കെ ആദ്യം സീരിയൽസ് ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പം അതിലൊക്കെ എൻ്റെ അണ്ണൻ ആ മ്യൂസിക് ചെയ്തുകൊണ്ടിരുന്നത്. അസാധ്യ കഴിവുള്ളതാണ് എൻ്റെ ബ്രദറിനും. ഒരുപാട് ഭക്തിഗാനങ്ങൾ ചെയ്യുന്നുണ്ട്. കുടുംബപരമായിട്ട് പാരമ്പര്യപരമായിട്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. കാരണം എല്ലാവർക്കും കഴിവൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ. ചേച്ചി ഇന്നത്തെ കാലഘട്ടത്തില് സ്വന്തമായിട്ട് അതിനുള്ളൊരു പ്ലാനിങ് ഉണ്ടാക്കി, ചിലപ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളെ ഉണ്ടാക്കി, നമ്മൾ ആ വിധത്തിലൊക്കെ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്തിട്ടൊക്കെ പോയാലേ സാധിക്കുള്ളതാണ്. സോഷ്യൽ മീഡിയ ഞാൻ നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി. മറ്റുള്ളവരുടെ സ്വന്തം കരിയർ ഡെവലപ്മെന്റോ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാനോ സ്വന്തമായി ചാൻസ് കിട്ടാനോ അല്ലെങ്കിൽ എനിക്കെന്ന് പറഞ്ഞിട്ട് ഞാൻ രക്ഷപ്പെടണമെന്ന് കരുതിയിട്ടല്ല ഞാൻ ചെയ്യുന്നത്.